ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളുമുള്ള ഉയർത്തെഴുന്നേറ്റ കർത്താവ് നിന്റെ ഉള്ളിലുണ്ട്. നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തെ കീഴ്മേൽ മറിച്ചവനാ. നിന്റെ ഉള്ളിലുള്ളവൻ മരണത്തെ തോൽപ്പിച്ചവനാ. നമ്മൾ വിളിക്കുന്ന യേശു സർവശക്തനാ. നിന്റെ കണ്ണുനീരിലും സഹനങ്ങളിലും വേദനകളിലും തകർച്ചകളിലും നിന്നെ കൈകളിൽ താങ്ങുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേരാണ് യേശു. അമ്മമാരിപ്പുണ്ട്. അമ്മമാർ പെട്ടെന്ന് കരയും. മക്കളുടെ ഒരു വിഷമം അല്ലെ ഒരു കാര്യം വന്നാൽ അമ്മമാർ ആദ്യമേ കരയും. പക്ഷെ അപ്പന്മാരങ്ങനെ കരയത്തില്ല. ഭാര്യയുടെ മുന്നിലും മക്കളുടെ മുന്നിൽ വെച്ച് അപ്പന്മാരങ്ങനെ കരയത്തില്ല. പക്ഷേ ചങ്കിനകത്ത് മുഴുവൻ വിങ്ങിപ്പൊട്ടുന്ന വിഷമായിരിക്കും. എന്നിട്ടോ ഒറ്റയ്ക്ക് എവിടെങ്കിലും ഇന്ന് കരയുന്ന അപ്പൻ. അങ്ങനെ ഒരു അപ്പനുണ്ട്. ഇത് ഈ അപ്പൻ ധ്യാനത്തിന് വന്നിട്ട് എൻ്റെ അടുക്കൽ നിന്ന് കരയുക. മക്കളെയും കുടുംബത്തെയും ഓർത്ത്. ബ്രദറെ, ഭാര്യ എങ്ങനെയാ? ഒന്നിനും ഒരു സമാധാനമില്ല. ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്നത് ജീവിതത്തിൻ്റെ പച്ചയായ അനുഭവങ്ങളാണ്. ഞാനിങ്ങനെ മനുഷ്യൻ്റെ സങ്കടവും വേദന കേട്ട് ചിലപ്പോൾ നമുക്കെന്നെ ഒത്തിരി വിഷമം തോന്നും. എത്രയോ പേരുടെ സങ്കടങ്ങളും കണ്ണുനീരും വേദനകളും ഒക്കെ കേൾക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതം കയ്പ് മാറി മധുരമുള്ളതാകുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ: കുരിശിനെ കെട്ടിപ്പുണരുക. നമ്മൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാവും, കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാവുന്നേ. അപ്പോഴും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് നമ്മളെ വിട്ടിട്ട് പോകത്തില്ല. ഉറപ്പാണ്. കർത്താവ് നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. കൈപ്പേറിയ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ഇവിടെയും കാണും. ഇവിടെ വചനം കേൾക്കുന്നുണ്ട്. പക്ഷെ നിന്റെ ഹൃദയത്തിലെ സങ്കടം, ദുഃഖങ്ങള്, അല്ലെ ഭാരങ്ങള് കർത്താവ് കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു തടിക്കഷണം വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ ആ വെള്ളം മധുരമുള്ളതായിട്ട് മാറുകയാ. ആ ജനം മുഴുവൻ ആ വെള്ളം കുടിക്കുകയാ. അവിടെ വെള്ളം കുറയുന്നില്ല. വെള്ളം ജനം കോരി കുടിക്കുമ്പോൾ അവര് സന്തോഷിക്കുക. അവിടെ ദാഹം മാറി. മധുരമുള്ള വെള്ളമാണ് ദൈവം കൊടുത്തത്. അപ്പൊ കയ്പ് നിറഞ്ഞ ജീവിത അനുഭവങ്ങൾക്കപ്പുറം മധുരമുള്ള ജീവിത അനുഭവങ്ങള് കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകും. ഹല്ലേലൂയ. ഇന്നലെ ഇവിടെ എറണാകുളത്ത് നല്ലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. 2 സാക്ഷ്യങ്ങൾ. ഒന്ന്, ഒരു ചേട്ടൻ ക്യാൻസർ ഹീൽ ചെയ്തത് നമ്മുടെ ധ്യാനം കൂടിയത് എറണാകുളംകാരനാണ്. സാക്ഷ്യം പറഞ്ഞു. മറ്റേ സാക്ഷ്യം നല്ല സൂപ്പർ സാക്ഷ്യമാണ്. അവളുടെ പേര് ശാലു. മകളുടെ പേര് ശാലു എന്നാണ്. അവൾക്ക് 12 വർഷമായിട്ട് മക്കളില്ല. 8 വർഷം 12 വർഷം കല്യാണം കഴിഞ്ഞ് 8ാമത്തെ വർഷമായപ്പോൾ ഇവൾക്ക് ക്യാൻസർ വന്നു. ആ സമയത്ത് കോട്ടയത്ത് വന്ന് നമ്മുടെ ധ്യാനം കൂടി. ശാലുവിൻ്റെ ക്യാൻസർ കർത്താവ് സൗഖ്യമാക്കി. ഹല്ലേലൂയ. അപ്പം ഇപ്പോൾ ഇത് 12ാം വർഷമാണ്. കഴിഞ്ഞ ഒരു ധ്യാനത്തിന്, നമ്മുടെ ധ്യാനത്തിന് ഒരു 10 മാസം മുൻപ് ഇവളും ഭർത്താവിടെ വന്ന് ധ്യാനം കൂടി പ്രാർത്ഥിച്ചു. ഇന്നലെ അവർ സാക്ഷ്യം പറഞ്ഞത് വലിയൊരു സാക്ഷ്യമാണ്. ശാലു എന്ന മകൾക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കണം. അവരുടെ ഗർഭപാത്രത്തിൽ ഇപ്പോൾ ഇരട്ടക്കുട്ടികൾ. 12ാമത്തെ വർഷം അവിടെ ഗർഭപാത്രത്തിൽ ഇരട്ടക്കുട്ടികൾ വളരുകയാണ്. ഇപ്പോൾ 6 മാസമായി. ഭയങ്കര സന്തോഷത്തിൽ അവര്. ആദ്യമേ ക്യാൻസർ അവിടെ കർത്താവ് ഹീൽ ചെയ്തു. ഇപ്പോൾ അവിടെ ഗർഭപാത്രത്തിൽ ഇരട്ടക്കുട്ടി. ഈ പേര് മറക്കരുത്, ശാലു. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥന ഞാൻ ഓർത്തലാവുന്നത്. എന്താ കർത്താവിന്റെ സ്നേഹമല്ലേ? അതാണ് കയ്പിന്റെ അപ്പുറം മധുരം അവൻ കരുതി വെച്ചിട്ടുണ്ട്. ആ മധുരത്തിലെത്തുവോളം കർത്താവിനെ മുറുകെ പിടിച്ചോണം. കയ്പ് വന്ന ഉടനെ കർത്താവിനെ തള്ളിക്കളയരുത്. കർത്താവിനെതിരായിട്ട് പിറുപിറുക്കരുത്. ഹല്ലേലൂയ. പണ്ട് കാലത്ത്, ഇപ്പോൾ അങ്ങനെയില്ല. പണ്ട് കാലങ്ങളിൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ അസുഖം വന്നാൽ കഷായം കുടിപ്പിക്കുമായിരുന്നു. ഇല്ലായിരുന്നോ? ഇല്ലേ? ആ കഷായം അപ്പനുമൊക്കെ നിർബന്ധിച്ച്, കഷായം ഈ കയ്പുള്ള മരുന്നൊക്കെ നിർബന്ധിച്ച് കുടിപ്പിക്കുമായിരുന്നു.
ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് കൈവീശി കാണിച്ച്. അപ്പൊ ഈ കഷായം, ഈ കൈപ്പളയും മരുന്നെല്ലാം കൂടെ നമ്മൾ എന്തിനാ മാതാപിതാക്കന്മാർ നിർബന്ധിച്ച് കുടിപ്പിച്ച്? നമ്മുടെ രോഗം മാറാനാ. അന്നേരം ഭയങ്കര കയ്പായിരുന്നു. 3-4 ദിവസം നിർബന്ധിച്ച് കയ്പ് മരുന്നൊക്കെ കുടിപ്പിച്ചു. ഞാൻ ഓർക്കുന്നില്ല, കയ്പ് മരുന്ന് കുടിപ്പിച്ചിട്ട് പഞ്ചസാര കഴിക്കാത്തിട്ട് വരും. ശരിയല്ലേ? ഞാൻ ഓർക്കുന്നില്ല, മമ്മി ഇങ്ങനെ കയ്യിൽ പഞ്ചസാര തിന്നും കയ്പ് വരട്ടെ. നമ്മുടെ ജീവിതത്തില് കയ്പിന്റെ അപ്പുറം ഒരു മധുരമുണ്ട്. കുരിശിനെ നിങ്ങൾ സ്നേഹിക്കണം. കുരിശിൽ മരിച്ചവനെ നിങ്ങൾ സ്നേഹിക്കണം. കുരിശിൽ ഉയർത്തപ്പെട്ടവനെ നിങ്ങൾ ആരാധിക്കണം. ഹല്ലേലൂയ. എങ്കിലേ ജീവിതം മധുരമുള്ളതായിട്ട് മാറത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും വചനത്തില് നമ്മൾ കാണുകയാണ്, അവര് വെള്ളം കുടിച്ചു, അവർക്ക് വലിയ സന്തോഷമായി. നല്ല മധുരമുള്ള വെള്ളം. അവിടെ വെച്ച് അവിടുന്ന് അവർക്ക് ഒരു ദീപം നൽകി. അവിടുന്ന് അവരെ പരീക്ഷിച്ചു. അവിടുന്ന് അരുളിച്ചെയ്തു, നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാകുന്നു. എന്റെ നിയമങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളും നീ പാലിച്ചാൽ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ ഒരനർത്ഥങ്ങളും നിന്റെ മേൽ ഞാൻ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഹല്ലേലൂയ. അവന്റെ മുറിവിൽ നമുക്കായിട്ട് സൗഖ്യം അവൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ലൂക്കാസ് സുവിശേഷം 9-ാം അധ്യായത്തില് 44-45 വചനങ്ങൾ. ആ വചനം ഒന്ന് ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക. അവന്റെ പ്രവൃത്തികളെ കുറിച്ച് എല്ലാവരും വിസ്മയിക്കവേ, യേശുവിന്റെ പ്രവൃത്തികൾ കണ്ട് എല്ലാവരും വിശ്വസിച്ചു. നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്, ചില പറയുന്നുണ്ട് ഇവനാ അച്ഛൻ്റെ മകനല്ലേ, മറിയമല്ലേ ഇവന്റെ അമ്മ, ഇവന് ഈ ജ്ഞാനവും ശക്തിയൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ എല്ലാവരും വിസ്മയിക്കുക. അവന്റെ പ്രവൃത്തികൾ കണ്ട് എല്ലാവരും വിസ്മയിക്കവേ അവൻ ശിഷ്യരോട് പറഞ്ഞു, യേശു ശിഷ്യരോട് പറഞ്ഞു, ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ. ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ. യേശു പറഞ്ഞ വചനമായത് കേട്ടോ. ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ. വേറെ ബൈബിളിൽ ഒരിടത്തും ഇങ്ങനെ വചനം ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ യേശു പറയുക, ഈ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ. ആഴത്തിൽ ഈ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിയട്ടെ എന്ന് പറഞ്ഞിട്ട് യേശു പറയുകയാണ്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. അവർക്ക് ഈ വചനം മനസ്സിലാക്കാൻ സാധിച്ചില്ല. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുകയാണ്. അതവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഈ വചനം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് അത് അത്ര നിഗൂഢമായിരുന്നു. ഉണ്ടോ? അത് അത്ര നിഗൂഢമായിരുന്നു. അതവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതേപ്പറ്റി അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു. അവിടെ ഈ 2 വചനങ്ങൾ എന്നെ സ്പർശിച്ചു. ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആഴമായിട്ട് പതിയണം. എന്നിട്ട് ഞാൻ പീഡാസനത്തിലേക്ക് പോവുകയാണ്. അത് നിഗൂഢമായിരുന്നു, അവർക്ക് മനസ്സിലായില്ല. അത് നമ്മുടെ ഹൃദയത്തില് ആഴത്തിൽ പതിയണം. എന്താണ് പതിയേണ്ടത്? യേശു പറയുക, ഞാൻ ജെറുസലേമിലേക്ക് പോകും. ഫരീസന്മാര്, ജനപ്രമാണികള്, പുരോഹിതന്മാർ ചേർന്ന് എന്നെ പിടികൂടും. എന്നിട്ടോ അവർ എന്നെ പീഡിപ്പിക്കും, അവരെന്നെ കുരിശിൽ തറയ്ക്കും, ഞാൻ വധിക്കപ്പെടും, 3-ാം ദിവസം ഉയർത്തി നിൽക്കും. മർക്കോസിന്റെ സുവിശേഷത്തിൽ പീഡാസനത്തെ കുറിച്ചുള്ള പ്രവചനമാണ്. അടുത്ത ആഴ്ച നമ്മൾ വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. പീഡാസനത്തിന്റെ വഴികളിലൂടെ കർത്താവായ യേശുക്രിസ്തു കടന്നു പോകുക. അത്രമാത്രം നിഗൂഢമായിരുന്നു ആ സംഭവങ്ങൾ. ഇത് ഈ വചനങ്ങൾ ആഴത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ പതിയട്ടെ. ദൈവത്തിന്റെ വചനം ആഴത്തിൽ ഹൃദയത്തിൽ പതിയട്ടെ. കർത്താവിന്റെ പീഡാസനത്തെ കുറിച്ചുള്ള
ഒരു ധ്യാനം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നിരന്തരമായിട്ട് കർത്താവിൻ്റെ പീഡകളും സഹനങ്ങളും ഒക്കെ നമ്മൾ ധ്യാനിക്കുക. അത് നമുക്ക് വിടുതലിന്, സൗഖ്യത്തിന്, അനുഗ്രഹത്തിന് വലിയ വാതിൽ തുറന്നു തരും. കരമയത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, സ്തോത്രം. യേശു ആരാധന. നന്നായിട്ട് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്കാ സുവിശേഷത്തില് 14-ാം അധ്യായത്തിന്റെ 25-26 വലിയ ജനക്കൂട്ടങ്ങൾ അവന്റെ അടുക്കൽ വന്നു എന്ന് പറഞ്ഞ്, വലിയ ജനക്കൂട്ടങ്ങൾ അവന്റെ അടുക്കൽ വന്നു. യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ. അവിടെ പറയുന്നൊരു വാക്കുണ്ട്, വലിയ ഒരു ജനതതി തൻ്റെ അടുക്കലേക്ക് വരുന്നത് അവൻ കണ്ടു. ഇവിടെ പറയാ, വലിയ ഒരു ജനക്കൂട്ടം അവന്റെ അടുത്തേക്ക് വന്നു. അവിടെ യേശുവിനെ ഇങ്ങനെ ജനക്കൂട്ടം പിന്തുടരുക. ഇവിടെ വലിയ ജനക്കൂട്ടം വന്നപ്പോൾ യേശു പറഞ്ഞത് ശ്രദ്ധിക്കണം. വലിയ ജനക്കൂട്ടത്തോട് പറയാണ്, അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു, സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യൻ ആയിരിക്കാൻ സാധിക്കത്തില്ല. സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. വലിയ ജനക്കൂട്ടങ്ങൾ വന്നപ്പോൾ യേശു തിരിഞ്ഞ് ജനക്കൂട്ടത്തോട് പറയുകയാണ്, അപ്പനെ, അമ്മയെ, ഭാര്യയെ, മക്കളെ എല്ലാം ഉപേക്ഷിക്കാതെ എന്നെ സ്വന്തമാക്കാൻ പറ്റില്ല. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ കുരിശ് എടുത്തേ മതിയാവത്തുള്ളൂ. ക്രൂശിതനെ സ്വന്തമാക്കിയേ മതിയാവത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. 2022 ജനുവരി 31 ഡോൺ ബോസ്കോയുടെ തിരുനാൾ ദിനമാണ്. നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ, അനേക രാജ്യങ്ങളിൽ ക്രൈസ്തവർ ഒത്തിരി പീഡകൾ അനുഭവിക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ 2015 നടന്നൊരു സംഭവമാണിത്. അവിടെ ലാഹോറിലെ സെന്റ് ജോൺ ദേവാലയത്തിൽ ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാന നടക്കുകയാണ്. കുർബാനയുടെ സമയത്ത് ആ ഇടവകയിലുള്ള ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ പേര് ആകാശ് ബഷീർ എന്നാണ്. ആകാശ് ബഷീറും എൻ്റെ അപ്പനമ്മയും പെങ്ങന്മാരും ഒക്കെ കുർബാനയിലുണ്ട്. ദേവാലയം നിറഞ്ഞു ജനമാണ്. അവനൊന്ന് ദേവാലയത്തിൻ്റെ പുറകിൽ നിന്ന് കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ആ ദേവാലയത്തിൻ്റെ മുറ്റത്തേക്ക് ഒരു വണ്ടി ചീറിപ്പാഞ്ഞു വന്നു. ആകാശ് ബഷീർ ഈ വണ്ടി ഒന്ന് ശ്രദ്ധിച്ചു. ആ വണ്ടിയെ വന്ന് നിർത്തിയ ആ ഒരു മനുഷ്യൻ പെട്ടെന്ന് എന്തൊക്കെ എടുത്ത് ശരീരത്തിൽ ഇങ്ങനെ വെച്ച് കെട്ടിയിട്ട് പുറത്തേക്കിറങ്ങിയ മനുഷ്യൻ ദേവാലയത്തിലേക്ക് ഓടിക്കയറാൻ തുടങ്ങിയാണ്. അപ്പോൾ ആകാശ് ബഷീർ മനസ്സിലായി, ഇത് അപകടമാണ്, ഇതൊരു മനുഷ്യ ചാവേറായിരുന്നു. ആകാശ് ബഷീർ ഓടിയിറങ്ങി ആ മനുഷ്യനെ വട്ടം പിടിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും പിടുത്തമായി. ആകാശ് ബഷീർ പറയുന്നുണ്ട്, നിന്നെ ഞാൻ ദേവാലയത്തിലേക്ക് വിടത്തില്ല. അവസാനം എന്ത് സംഭവിച്ചുവെന്നറിയാമോ? ആ മനുഷ്യന് പിടിവിടാൻ പറ്റാതെ വന്നപ്പോൾ ആകാശ് ബഷീർ എന്ന 20 വയസ്സുള്ള ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ചിട്ട് ആ ബോംബ് പൊട്ടിക്കുകയാണ്. ആ ദേവാലയത്തിന്റെ മുൻപില് അവർ രണ്ടുപേരും മാംസ കഷണങ്ങളായിട്ട് ചുതറുകയാണ്. ഹല്ലേലൂയ. 20 വയസ്സുള്ള ചെറുപ്പക്കാരൻ ആകാശ് ബഷീർ ആ ബോംബ് സ്ഫോടനത്തിൽ ആ ദേവാലയ മുറ്റത്ത് ചിതറി. ഞങ്ങൾക്കറിയാമോ, 2022 ജനുവരി 31 ഫ്രാൻസിസ് മാർപ്പാപ്പ ആകാശ് ബഷീർ എന്ന 20 വയസ്സുകാരനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു. പാകിസ്ഥാനിലെ ആദ്യത്തെ വാഴ്ത്തപ്പെട്ടവൻ ആകാശ് ബഷീർ എന്ന 20 വയസ്സുള്ള ചെറുപ്പക്കാരൻ. ഒന്ന് കൈയിടിക്കാമോ? ഹല്ലേലൂയ. അവൻ ആ ദേവാലയത്തിലുണ്ടായിരുന്ന 100 കണക്കിന് ആളുകൾക്ക് വേണ്ടി ജീവൻ ബലിയായിട്ട് കൊടുക്കുകയാ. അവൻ അവിടെ ചിതറിക്കപ്പെടുകയാ.
അവൻ രക്തസാക്ഷിയായിട്ട് മാറുകയാണ്. വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ ലാഹോർ ആർച്ച് ബിഷപ്പ് സെബാസ്റ്റ്യൻ ഷാ ഇപ്രകാരം പറഞ്ഞു: ഇത് പാകിസ്ഥാനിലെ കത്തോലിക്ക സഭയുടെ മഹത്തായ സന്തോഷത്തിന്റെ ദിനമാണ്. ഞങ്ങൾക്ക് ഒരു വിശുദ്ധനെ ലഭിച്ചിരിക്കുന്നു. 20 വയസ്സുകാരൻ രക്തസാക്ഷിയായിട്ട് മാറുകയാണ്. വിശ്വാസത്തിനു വേണ്ടി ആ ദേവാലയത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി അവൻ ജീവിതം കൊടുക്കുക, ജീവനെ കൊടുക്കുക. അത്രമാത്രം ദേവാലയത്തോട് അടുത്തു ജീവിച്ച ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ചെറുപ്പക്കാരനാണ്. ഹല്ലേലൂയ. ഇവിടെ യേശു പറയുക, കുരിശു വഹിക്കാതെ എന്നോടൊപ്പം ഒരു ജീവിതമില്ല. യേശുവിന്റെ കൂടെയുള്ള ജീവിതം എന്ന് പറയുന്നത് കുരിശിന്റെ ജീവിതം തന്നെയാണ്. കണ്ണുനീരും സങ്കടങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും രോഗങ്ങളും കടബാധകളും ഒക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ വരും. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.